ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആശാ വർക്കർമാരെ അവരുടെ സമരപ്പന്തലിലെത്തി വീണ്ടും സന്ദർശിക്കുകയാണ്. ആശാ വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കും എന്ന് ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ രാജ്യസഭയിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം MP-മാർ ഈ വിഷയം കേരളത്തിൽ നിന്നുള്ള MP-മാർ പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നതും നമ്മൾ കണ്ടതാണ്. ഏതായാലും ആശാ വർക്കർമാരുടെ സമരം ഏതാണ്ട് ഒരു മാസം, കൃത്യം ഒരു മാസം തന്നെയാണ്, ഒരു മാസം എത്തി നിൽക്കുകയാണ്. അപ്പോൾ സമരം കൂടുതൽ വിപുലമാക്കാൻ തന്നെയാണ് ആശാ വർക്കർമാരുടെ തീരുമാനം. ആ ഘട്ടത്തിലാണ് വീണ്ടും സുരേഷ് ഗോപി ഇപ്പോൾ സമരപ്പന്തലിൽ എത്തിയിരിക്കുന്നത്. നേരത്തെ സുരേഷ് ഗോപി അവിടെ എത്തിയത് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ ഈ വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും, പ്രധാനമന്ത്രിയുടെയും കേന്ദ്രമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തും, ആരോഗ്യമന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തും എന്ന് അന്ന് അദ്ദേഹം ഉറപ്പുകൊടുത്തതാണ്. ഒരപമാനവും ഇല്ല, ഇതൊക്കെ അഭിമാനമാണ്. കാരണം അന്നും എനിക്ക് വാഗ്ദാനമൊന്നും തന്നില്ല. എൻ്റെ അടുത്ത് പറഞ്ഞത് നോക്കാം. പക്ഷെ നോക്കും. സംസാരിക്കും. അദ്ദേഹം ചില കാര്യങ്ങൾ ധരിപ്പിക്കും, അത് പത്രക്കാരെ അറിയിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ പത്രക്കാരെ ഒന്നും വിളിച്ച് കാണുന്ന ആളല്ല. എനിക്ക് നഡ്ഡ നേരിട്ട് തന്ന പേപ്പറാണ് പത്രക്കാർക്ക് കൊടുത്തത്. അതിനെ ചെയ്യുക. അതൊന്നും ചെയ്യേണ്ട രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെടുത്ത് വെച്ച് കളിക്കാൻ ഞാൻ വന്നിട്ടില്ല. ഞാൻ ദൈവത്തിന് നടക്കുന്ന കാര്യം ഇനിയും ചെയ്യും. എനിക്കറിയത്തില്ല, ഇത് സിക്കിം സർക്കാർ മാത്രമാണ് തൊഴിലാളി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് നിങ്ങളെ മാറ്റിയിട്ടുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം ചെയ്യാം. ഇവിടെ ശ്രീ ശിവൻകുട്ടിയും ശ്രീമതി വീണ ജോർജും വിചാരിച്ചാൽ നിങ്ങളെ ആ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റും. പക്ഷേ അത് അവരുടെ തലയിലെടുത്ത് ഞാനതൊരു വലിയ ഭാരമായിട്ട് വയ്ക്കില്ല. കാരണം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എനിക്കറിയാം. അപ്പോൾ ആ ബോധം വെച്ചുകൊണ്ട് എടുത്ത് രാഷ്ട്രീയം കളിച്ചാൽ ഇത് നിങ്ങൾ ചെയ്യും എന്ന് ഞാൻ പറയില്ല. പക്ഷെ വളരെ മോശമായിപ്പോയി. നിങ്ങളങ്ങ് ഡൽഹിയിലോട്ട് ഞാനും വന്ന് കൂടെ ഇരിക്കാൻ സമരത്തിന് വഞ്ചന. ധൈര്യമുണ്ടെങ്കിൽ വന്ന് സമരം ചെയ്യാൻ പറയാൻ നിങ്ങളുടെ കൂടെ. ചെയ്യാനൊക്കില്ല, ഒരു മന്ത്രിക്ക് അത് ചെയ്യാനൊക്കില്ല. അപ്പൊ അതും നിങ്ങൾ കുറിച്ചൊന്നും ഇതുവരെ എന്താണ് നുണയിൽ പിണയും പിണറായി സർക്കാർ എന്ന് ഞാൻ ഇപ്പൊ പറയുന്നു. ചൊറിച്ചുമല്ലലാണ്, തിരിച്ചിട്ട് നോക്കാം. അപ്പൊ കറക്റ്റ് തള്ളുകൊണ്ട് മാത്രം നീങ്ങുന്നത് നമ്മൾക്കറിയാം. പക്ഷെ നുണ കൊണ്ട് മാത്രം നീക്കി പോകുമെന്ന് പറയാം.